AI-യുടെ വരവോട് കൂടി തൊഴിൽ മേഖലയിൽ അടിമുടി മാറ്റങ്ങൾ വന്നേക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം 9 കോടിയോളം തൊഴിലവസരങ്ങൾ AI മുഖേന നഷ്ടപ്പെടും എന്ന് വേൾഡ് എക്കണോമിക് ഫോറം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ 15 കോടിയോളം പുതിയ തൊഴിലവസരങ്ങൾ അത് സൃഷ്ടിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. എൻ്റെ വിഷയം 2025-ൽ ഇന്ത്യയിൽ ഏതെല്ലാം കോഴ്സുകൾ പഠിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന VBox എന്ന കമ്പനി പുറത്തിറക്കിയ ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് 2025 അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏതെല്ലാം കോഴ്സുകൾ പഠിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല തൊഴിലുകൾ ലഭിച്ചിരിക്കുന്നത് എന്ന്. അവരത് നടത്തിയത് ഗ്ലോബൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റിൽ പങ്കെടുത്ത ഏകദേശം 6.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളെയും 15 വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന 1000-ഓളം കമ്പനികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പഠനത്തിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കുന്ന റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളൊക്കെ ഉള്ളത്. അതിൽ ഒന്നാമതായിട്ട് അവർ പറഞ്ഞത് MBA പഠിച്ചവർക്കാണ്. MBA പഠിച്ച 78% വിദ്യാർത്ഥികൾക്കും നല്ല തൊഴിൽ ലഭിച്ചു എന്നാണ് പറയുന്നത് 2025-ൽ. ഇത് 2019-ൽ 36.44% മാത്രമായിരുന്നു. അതാണ് 78%ആയിട്ട് ഉയർന്നത്. അത് മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റങ്ങളും അതിൻ്റെ ക്വാളിറ്റിയിൽ വന്ന ഉയർച്ചയും അതേപോലെ മാനേജ്മെൻറ്റ് ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഡിമാൻഡിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ് അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും മികച്ച കോഴ്സ് ആയിട്ട് അവർ തിരഞ്ഞെടുത്തത് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ. അത് 71.5% എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും നല്ല തൊഴിൽ 2025-ൽ ലഭിച്ചപ്പോൾ 2019-ൽ അത് 57.09% മാത്രമായിരുന്നു. അവർക്ക് AI-യുടെ വരവ് തന്നെയാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് മാറിയത്. അത് വെബ് ഡിസൈനിങ് ആയാലും സൈബർ സെക്യൂരിറ്റി ആയാലും AI മേഖലകളായാലും ഇതിലെല്ലാം അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ തുറന്നു കൊടുത്തു എന്നുള്ളതാണ് അനുമാനിക്കേണ്ടത്. മൂന്നാമത് MCA ബിരുദധാരികളാണ്. കുറച്ചുകൂടി പ്രോഗ്രാമിംഗ് അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സിസ്റ്റം ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ MCA-ക്കാരാണ് കൂടുതൽ സ്യൂട്ടബിൾ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ മേഖലയിലെല്ലാം നല്ല ജോലികൾ ലഭിച്ചു എന്ന് വേണം കരുതാൻ. 4-ാം സ്ഥാനത്തുള്ളത് സയൻസ് ബിരുദധാരികളാണ്. 58% സയൻസ് ബിരുദധാരികളും നല്ല ജോലി ലഭിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പ്രധാനമായിട്ടും അനലിസ്റ്റുകളായിട്ടും ഡാറ്റാ സയൻസ്, ഗവേഷണം തുടങ്ങിയ മേഖലകളിലാണ് അവർക്ക് ജോലി ലഭിച്ചതെങ്കിൽ 5-ാം സ്ഥാനത്തുള്ളത് ഫാർമസി കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിച്ചവർക്കാണ്. ഏകദേശം 56% വിദ്യാർത്ഥികൾക്കും നല്ല തൊഴിൽ ലഭിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതിനുശേഷം BCom ബിരുദധാരികളാണ്. 55% പേർക്കും നല്ല ജോലി ലഭിച്ചപ്പോൾ BA പഠിച്ചവർക്ക് 54% പേർക്കും നല്ല ജോലി ലഭിച്ചിട്ടുണ്ട്. ശേഷം വരുന്നത് ITI പഠനം നടത്തിയ വിദ്യാർത്ഥികൾക്കാണ്. 41% പേർക്കും നല്ല ജോലി ലഭിച്ചു. പോളിടെക്നിക്കിൽ പഠിച്ചവർക്ക് ഏകദേശം 29% പേർക്കും നല്ല ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 2025-ൽ നല്ല തൊഴിൽ ലഭിച്ച കോഴ്സുകൾ.